ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഇറാനി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഒട്ടും ഫ്ലോപ്പ് ആവാതെ ഇറാനി പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അതുപോലെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് ഈസിയും ടേസ്റ്റി ആയിട്ട് ഇറാനി പോള ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇറാനി പോളയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5-2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 അവറെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കഴിയുമെങ്കിലും ഓവർനൈറ്റ് വെക്കുന്നതല്ല, അപ്പം പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചും കിട്ടും. ഇനി ഒരു 1 അവറിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ ആണ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഗീ തന്നെ വേണമെന്നില്ല, സാധാരണ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റ് ബേസ് നോക്കുമ്പോൾ ഗീയിൽ ഫ്രൈ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് മാറ്റാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണ്ടേ കേട്ടോ. ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്രഷ് ചെയ്യാതെ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേങ്കിൽ കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് തോന്നിയത് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴാട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടുമല്ലോ. ഇനി വേറൊരു കടായിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയില്ലേ, അതിൽ നിന്ന് കുറച്ചും അതുപോലെ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ കുറച്ച് നല്ല തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്ത ഓയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതിന് വേണ്ടി ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇനി 2-3 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 വലിയ ഉള്ളി ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം കേട്ടോ. ഇപ്പോൾ ഉള്ളി കണ്ടോ, ഇത്രയും സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. വല്ലാണ്ട് വഴറ്റി ഉടക്കാൻ പാടില്ല, ഇത്രയും മതി കേട്ടോ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്, ആ പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി മല്ലിയില ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ആക്കിയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ മസാലയുടെ പരിപാടി. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു കാര്യം വിട്ടുപോയി, ഞാൻ ഇതിൽ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നേ, അതിന്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാ. ഉറപ്പായിട്ടും തക്കാളി ചേർത്ത് കൊടുക്കണേ. അടുത്തതൊരു ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് 1.5 കപ്പ് മൈദപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കരുത്. പിന്നെ അതുപോലെ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് എണ്ണം കൂട്ടി കൊടുക്കാം കേട്ടോ. 5 ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് 4 ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ 1/2 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് കൊടുക്കണം യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളൊരു ബൗളിൽ ഇട്ടിട്ട് അതിൽ ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ദോശമാവൊക്കെ കലക്കിയെടുക്കില്ലേ, ഒട്ടും കട്ടയില്ലാതെ അങ്ങനെ കലക്കിയെടുത്താലും മതി കേട്ടോ. ഞാൻ എളുപ്പത്തിന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയായിരുന്നേ. ഇനി എന്ന് വീഡിയോ കാണുന്നവർ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളറോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവയോ അതെല്ലാം ഒന്നും ഇല്ലെങ്കിൽ ഒരു ലിഡെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗീ ഒന്ന് അതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗീ തന്നെ വേണമെന്നില്ല, ഓയിലായാലും കുഴപ്പമില്ല. അതുപോലെ ഈ പാൻ നന്നായി ചൂടായതിന് ശേഷം വേണം ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തിക്ക് കൺസിസ്റ്റൻസി ആക്കരുത്, അപ്പോൾ അത് ഹാർഡായി പോവും, നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പോഴേക്ക് പാൻ ചൂടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇതിൽ നിന്ന് ബാറ്റർ ഹാഫ് ഭാഗം ഒഴിച്ചു കൊടുക്കാം, ഈ ഹാഫ് ഭാഗം മാറ്റി വെക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും പാൻ ഒന്ന് തട്ടിക്കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഗ്ലാസ്സിൽ ഇട്ടാണെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അതെന്തെങ്കിലും ഒന്ന് വെച്ച് കവർ ചെയ്ത് കൊടുക്കണേ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇതും പഴയ സബ്സ്ക്രൈബ്സ് അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. 1-2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു വരുന്നതായി കാണാം. അപ്പോൾ ആ സമയത്ത് വേണം നമുക്ക് ഈ മസാല അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാനേ. മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ആയിട്ട് ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കാം. അതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കുറേ സമയം ഒന്ന് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു
വലിഞ്ഞു വരാനേ പാടുള്ളൂ. എന്നിട്ട് വേണം ഈ മസാല വെച്ച് കൊടുക്കാനും. അതുപോലെ തന്നെ മസാല വെക്കുമ്പോഴും അധികം അങ്ങ് സൈഡ് വശത്തോട്ട് അങ്ങ് ആക്കി കളയരുത് കേട്ടോ. നമുക്കിനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കണ്ടല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. കണ്ടോ ഞാൻ വെച്ച് കൊടുത്തത്. ഇനി കുറച്ച് മസാല ഇതിൽ നിന്ന് ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. മസാല വെച്ചതിൻ്റെ മുകളിലേക്ക് ഇനിയിപ്പോൾ അതൊന്ന് സീൽഡായി കിട്ടണമല്ലോ. അപ്പം നമ്മൾ ബാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് ഈ സൈഡ് വശത്തുനിന്ന് സെൻറ്ററിലോട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് എവിടെയൊക്കെയാണോ ഗ്യാപ്പ് അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മുഴുവൻ അങ്ങ് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ളത് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തട്ടി കൊടുക്കട്ടെ. എന്നിട്ട് ഇത് കണ്ടോ കവർ ചെയ്ത് എവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നത് അതൊക്കെ അതിങ്ങനെ തട്ടുമ്പോൾ തന്നെ അതിങ്ങനെ ഗ്യാപ്പ് കാണാം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് അതൊന്ന് വലിഞ്ഞു വരുമല്ലോ. നമ്മൾ ഫസ്റ്റ് ലെയറിന് ചെയ്തില്ലേ അതേ ഒരു കണക്ക് കേട്ടോ. അധികം അങ്ങ് വലിഞ്ഞു പോകരുത്. അപ്പം പിന്നെ ഇതൊന്നും പതിഞ്ഞതിൽ ഇരിക്കത്തില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ മസാല ബാക്കി വന്നത് അതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ശേഷം ഞാനിതാ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. ഈ തക്കാളി കട്ട് ചെയ്ത പോലെ റൗണ്ട് ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. തക്കാളിയും ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം ആ റൗണ്ട് ഷേപ്പ് തന്നെ തക്കാളി കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തിട്ട് ഈ ക്യാപ്സിക്കം വെക്കുന്നത് പോലെ അതിൻ്റെ സൈഡ് വശത്തോട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ ഈ ക്യാപ്സിക്കം റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട്. ഇനി റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിത് മുഴുവൻ വെച്ച് കൊടുക്കട്ടെ. ഇതിപ്പോൾ കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ടൈം ഡിഫറൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റ് ടൈം പറയുന്നില്ല. എനിക്ക് ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് കുക്കായി നോക്കാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളിയ സ്ക്വയർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായി എന്നർത്ഥം കേട്ടോ. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ അടിവശം ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഈ പാനില്ലേ അതും ഞാൻ ഇതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കൺട്രോൾ വെക്കണം എന്നില്ല. ഇനി ആ തിരിച്ചിട്ട ഭാഗം ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അത്രയും ആവുന്നുണ്ട് കേട്ടോ. ഓൾറെഡി കുക്കായതാണല്ലോ. നമ്മൾ കൊള്ളി വെച്ച് കുത്തി നോക്കിയപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഇറാനി പോള ഇതിന് മുൻപ് ഒരു 1 ഇയർ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ കഴിക്കാൻ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നേ. സൈഡ് വശം നോക്കിയാൽ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. പിന്നെ അതുപോലെ ചിക്കന് നമ്മൾ മസാലയിലുള്ളല്ലേ വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ മസാല തന്നെ ഇട്ട് കൊടുക്കണം എന്നില്ല. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയതാട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇറാനിപ്പോളയുടെ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. മുകൾ വശവും കണ്ടോ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്കാക്കി എടുത്തതുകൊണ്ട് തന്നെ അതും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.